പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, രാത്രികാലം അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഓടുന്നു തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടും സമാധാനത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഒന്ന് സമർപ്പിക്കുന്നു കർത്താവ്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നപ്പ, ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഞരക്കങ്ങളെ പോലും അറിയാവുന്ന കർത്താവിൻ്റെ പാദപിടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും അവിടുന്ന് മറുപടി നൽകിത്തരുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാ. കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുകയാൽ ഞങ്ങളുടെ കഷ്ടങ്ങളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും ഞങ്ങളോട് കൂടെ നിൽക്കുന്ന നല്ലൊരു അപ്പ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എൻ്റെ അപ്പച്ചനിൽ ആശ്രയിച്ചുകൊണ്ട് ദിനം തോറും ജീവിപ്പാൻ എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും പ്രാർത്ഥനകളുടെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ, കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും എൻ്റെ അപ്പൻ അറിയുന്നതോർത്ത് സ്തോത്രം. ആ മക്കളെ ഉള്ളതുപോലെ കാണുന്നതോർത്ത് സ്തോത്രം. എവിടെയായിരുന്നാലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം അവിടുന്നാകിയാൽ ബലമുള്ള തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാ നാഥ. നീ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അങ്ങയുടെ പാദപിടത്തിൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അവരൊന്നും ഒരു നാൾ ലജ്ജിച്ചു പോകുവാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്താട്ട് ദൈവമായ കർത്താവേ, ഈ സമയം ഹാലിൽ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി എല്ലാം തിരുസന്നിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് എല്ലാവരെയും കാത്തോണേ കർത്താവേ. ആപത്തരത്തിൽ നിന്നെല്ലാവരെയും വിടുവിച്ചോണേപ്പാ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ ബുദ്ധിയും ആലോചനയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരീക്ഷയിലൊക്കെ കൂടെ ഇരിക്കണം. വലിയ ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാസ്സാകണം. അവർ നല്ല ഭാവിയിൽ എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, ആമൻ OITയും IELTSും പഠിക്കുന്ന പ്രൊമറ്റീവ് പരീക്ഷയ്ക്കും കാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കൾ, അപ്പാ സ്തോത്രം, സ്തോത്രം. ജന്മൻ പഠിക്കുന്ന മക്കൾ, പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച ഓരോ പൊന്നു മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ തമ്പുരാൻ്റെ വലിയ ജയം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ അപ്പാ സ്തോത്രം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിനായി പ്രയത്നിക്കുന്ന മക്കൾ, അപ്പാ ആവശ്യഭാരങ്ങളുടെ നടുവിൽ നീ ഇറങ്ങണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലജ്ജിച്ചു പോകരുതേ അപ്പാ. വഴിവാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥന ചോദിച്ച മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ തമ്പുരാൻ്റെ പൊന്നുകര മേൽ നീട്ടുമാറാകണം. ഉപജനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറക്കണമേ കർത്താവേ. ജോലി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണമേ. തക്ക സമയത്ത് നീ അത്ഭുതം ചെയ്യുന്ന ദൈവമാ, ഞങ്ങളെ മാനിക്കുന്ന ദൈവമാ. നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കർത്താവ്, വിവാഹപ്രായമായ മക്കളാണും പെണ്ണുമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ലഭിക്കണം. അവരുടെ വിവാഹം നടക്കണം. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഈ ഓഗസ്റ്റ് മാസത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. കാര്യാദികളെ ക്രമപ്പെടുത്തിക്കാട്ട് കർത്താവ്. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളകരത്തിൽ വഹിച്ചോണേ അപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യം ബലം ആയുസ് കൊടുക്കണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണേ. സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. സ്തോത്രം. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് പാർക്കുവാൻ തന്നെ മക്കൾക്ക് ഓരോരുത്തർക്കും സഹായിക്കണമേ. ദൈവമായ കർത്താവേ, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. അത്ഭുത വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നീറുന്ന വിഷയങ്ങൾ
സാഹചര്യങ്ങളുടെ നടുവിൽ കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മേലെ തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാ. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമേ. മാതാപിതാക്കളെ മക്കളെ ഹല്ലേലൂയ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുവർഷക്കാലം പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെയിരിക്കണമേ. ഭവനത്തിലെത്തുവോളം നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ പൊതിയണമേ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ വാഹനത്തെയും കർത്താവ് നിയന്ത്രിച്ചാട്ട് ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ അപ്പാ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവ്. എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൽ നിന്ന് ചോദിച്ചു വായ്പാൻ ഓരോ കൃപകളും ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ മക്കളാ. സമാധാനത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ രോഗികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം വേണം. എല്ലാ വേദനകളിൽ നിന്ന് വിടുവിക്കുമാറാകണം. അങ്ങ് മരുന്നും വൈദ്യനുമാ കർത്താവേ. അങ്ങയുടെ മുഖത്ത് നോക്കുന്നവർ ലജിച്ചു പോകരുതേ. ഓരോ കുടുംബത്തോടും മനസ്സലിയണമേ. ആശുപത്രി മുറുക്കളിലും ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന വേദനപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ തമ്പുരാൻ്റെ ആണിപ്പഴുതുള്ള കരം വെച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ട് ലിവറിന് കുഴപ്പമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ കർത്താവേ, തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, കർത്താവേ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, കിടക്കകളിലും വീൽ ചെയറുകളിലും ആയിരിക്കുന്നവർ, പുറത്തു വേദനയാൽ ഭാരമുള്ളവർ, കാഴ്ചയില്ലാതെ കേൾവിയില്ലാതെ ഓർമ്മയില്ലാതെ ആയിരിക്കുന്ന ജീവിതങ്ങൾ, അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ആസ്മ രോഗികളെ, ഹല്ലേലൂയ എൻ്റെ അപ്പ അലർജി രോഗമുള്ളവരെ അപ്പച്ചൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, അപ്പാ നീ മനസ്സലിയണം, 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 കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. എൻ്റെ അപ്പൻ്റെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെവിയുടെ വേദനയാൽ, പല്ലിൻ്റെ വേദനയാൽ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. മനസ്സലിവും കരുണയും തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ പറഞ്ഞില്ല എങ്കിലും നീ ഓരോ മക്കളെയും അറിയുന്ന ദൈവമാ. അവരുടെ അവസ്ഥകൾ അറിയാവുന്ന കർത്താവാ. എല്ലാറ്റിനും മതിയാവൻ എൻ്റെ അപ്പനാകിയാൽ എൻ്റെ അപ്പ ഓരോ മക്കളെയും കാണണമേ, നോക്കണമേ, തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ആമേൻ. ഞങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അടിയങ്ങൾക്ക് തരുന്ന ഭാഗ്യമോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ചോണേ. ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിച്ചോണേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും കാത്തോണേ കർത്താവേ. എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേൻ ഹല്ലേലൂയ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവർ കരുണ കാണിക്കണമേ കർത്താവേ. ആമേൻ ഹല്ലേലൂയ കർത്താവേ. എല്ലാ നന്മയും അനുഗ്രഹം ഓരോ നിമിഷവും തന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.